Welcome to Learninu. I am Mitna Murali. Today's topic is active and passive components. Classification of electronic components. First നമുക്ക് നോക്കാം electronics components എന്താണ്. Electronic components are the components which are used in electronic devices. നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ പറയുന്നതാണ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഏതൊക്കെ ഇലക്ട്രോണിക് കമ്പോണൻസ് നിങ്ങൾക്കറിയാം? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റേഴ്സ്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. മെയിൻലി there are two types of electronic components, that are passive component and active component. So now we can differentiate between passive components and active components. നമ്മൾ പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്പോണൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ടു ടൈപ്സ്, പാസീവ് കമ്പോണൻസ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്താ? പാസീവ് കമ്പോണൻറ്റ് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണ്ട, അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ആക്റ്റീവ് കമ്പോണൻറ്റിനാണെങ്കിലോ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ സപ്പോർട്ട് വേണം. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? പാസീവ് കമ്പോണൻസ് ഹാവ് നോ ഫങ്ഷൻ ഓഫ് ഗെയിൻ, വെറാസ് ആക്റ്റീവ് കമ്പോണൻറ്റ് ഫങ്ഷൻ ഓഫ് ഗെയിൻ ആണ്. ഒരു ഗെയിൻ ഫങ്ഷൻ ഉണ്ടാവും അല്ലേ ആക്റ്റീവ് കമ്പോണൻസിന്. നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത് അത് അവർ തമ്മിലുള്ള ഡിഫറൻസിൽ പാസീവ് കമ്പോണൻറ്റ് എന്താണ്? എനർജി സ്റ്റോർ ചെയ്യും. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട്. ഒന്നില്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫോമിൽ. ആക്റ്റീവ് കമ്പോണൻസ് ആണെങ്കിലോ എനർജി പ്രൊഡ്യൂസ് ആണ് ചെയ്യുന്നത്. കറണ്ടിൻ്റെ ഫോമിലാണെങ്കിലും വോൾട്ടേജിൻ്റെ ഫോമിൽ, രണ്ട് ഫോമിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യും ആക്റ്റീവ് കമ്പോണൻസ്. പക്ഷേ പാസീവ് കമ്പോണൻസ് എന്താണ്? എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കിട്ടും പാസീവ് കമ്പോണൻസ് എന്താണ്? എനർജി അക്സെപ്റ്ററാണ്, എനർജി സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ആക്റ്റീവ് കമ്പോണൻസ് എനർജി ഡോണേഴ്സാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം ടോട്ടൽ എൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്. ഫസ്റ്റ് പോയിൻറ്റ്, passive component do not require an external power supply to operate. Active components require an external power supply to operate. Passive component have no function of gain. Active component have a function of gain. Passive components store energy in the form of voltage or current. Active component produce energy in the form of voltage and current. Passive components are energy acceptor, active components are energy donors. ഓക്കെ, ഇതൊക്കെയാണ് പാസീവ് കമ്പോണൻസും ആക്റ്റീവ് കമ്പോണൻസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. മനസ്സിലായില്ലേ? നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് കമ്പോണൻസ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ് പഠിച്ചു. സോ ഇനി എക്സാമ്പിൾസ് ഓഫ് പാസീവ് കമ്പോണൻസ് ദാറ്റ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, നമ്മൾ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ് പാസീവ് കമ്പോണൻസിൻ്റെ എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ റെസിസ്റ്റർ. റെസിസ്റ്ററിൻ്റെ സിമ്പിൾ എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡക്ടർ. ഇൻഡക്ടറിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? എൽ ഡി ആർ. എൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ലൈറ്റിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറും. സോ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആരോ കണ്ടില്ലേ? ഓക്കെ, അതാണ് സിമ്പിൾ. നെക്സ്റ്റ് സ്വിച്ച്. ഓക്കെ, ദെൻ തെർമിസ്റ്റർ. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹീറ്റിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറും. നെക്സ്റ്റ് വേരിയബിൾ റെസിസ്റ്റർ, നമുക്ക് മാനുവലി റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റർ ആൻഡ് ട്രാൻസ്ഫോമർ. സോ എക്സാമ്പിൾസ് ഓഫ് പാസീവ് കമ്പോണൻസ് ആർ റെസിസ്റ്റർ, ഇൻഡക്ടർ, എൽ ഡി ആർ ദാറ്റ് ഈസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, സ്വിച്ച്, തെർമിസ്റ്റർ, വേരിയബിൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, സോ പാസീവ് കമ്പോണൻസിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് കമ്പോണൻസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഏതൊക്കെയാണ് ആക്റ്റീവ് കമ്പോണൻസിൻ്റെ എക്സാമ്പിൾ? ട്രാൻസിസ്റ്റർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് ഇസ് ഐ സി, ഡയോഡ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, എൽ ഇ ഡി. എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, 7 segment ഡിസ്പ്ലേ, ഫോട്ടോ ഡയോഡ്, ബാറ്ററി. സോ ഇതൊക്കെയാണ് ആക്റ്റീവ് കമ്പോണൻസിൻ്റെ എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ? ട്രാൻസിസ്റ്റർ, ഐ സി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഡയോഡ്സ്,
operational amplifier, LED, that is light emitting diode, then 7 segment display, photodiode, and battery. These are the examples of active components. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിച്ചു? Difference between passive component and active component, and examples of passive components and examples of active components. Okay. So we are discussing the different types of electronic components, that are mainly two types: passive components and active components. And then we study the difference between passive component and active components. Main difference are: passive component do not require an external power supply to operate, whereas active component require an external power supply. And then we study passive component have no function of gain, active components have function of gain. Then passive components store energy in the form of voltage and or current, and active component produce energy in the form of voltage and current. And then last, passive component is an energy acceptor, active component is an energy donor. Then we studied the examples of passive component, that is resistor, inductor, LDR. LDR means light dependent resistor. Then switch. Then we study thermistor, then variable resistor. Then again we study capacitor and transformer. These are the examples of passive components. Then we studied the examples of active components. First we studied transistor. Examples of active components first പഠിച്ചത് എന്താണ്? transistor. Then IC, integrated circuits, diode. Then we studied operational amplifier. Then LED. LED means light emitting diode. Then 7 segment display. Then we studied what? Battery. Then one more thing we studied, photodiode. These are the examples of active component. So ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസും അതിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, താങ്ക് യു.